ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് മുളക് ബജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ മുളക് ബജി ഇത് അങ്ങനത്തെ ഉണ്ട മുളകാണ് കേട്ടോ. അതിന് കഴുകിയ ശേഷം നെറ്റിയൊന്നും കളയണ്ട. അതിന് നടുക്ക് ഒന്ന് ഒരു ഭാഗം മാത്രം കീറിയെടുക്കുക കേട്ടോ. നമ്മൾ രണ്ട് ഭാഗം കീറണ്ട, നാല് ഭാഗം കീറണ്ട. അങ്ങനെ നടുക്കെ ഒന്ന് കീറിയെടുത്തിട്ട് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. ഒന്ന് ചീഞ്ചട്ടി വെച്ചിട്ട് വാട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, നല്ലോണം വേവണ്ട. എന്നിട്ട് അതിന് ശേഷം വാട്ടിയ ശേഷം നമുക്ക് എടുത്തിട്ട് പിന്നെ അതൊന്ന് ചൂടാറാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് കടലമാവ് 1 കപ്പ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ആപ്പമാവൊക്കെ ഉണ്ടെങ്കിൽ 1 സ്പൂണ് ഇട്ട് കൊടുക്കുക. കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. മാവ് ഞാൻ ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, നമുക്ക് ബജി മാവ് അറിയാലോ, അപ്പം അങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ മുളകൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പുളിയും കുറച്ച് ഉപ്പുമായിട്ട് ഞാൻ നന്നായിട്ട് ഗ്രേവി മാതിരി പിന്നെ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുളകിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ കീറിയ മുളകിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ പുളിയും ഉപ്പും കൂടെ ചേർന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ചധികം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ എല്ലാ മുളകിലേക്കും ഇതേമാതിരി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ബജി ഉണ്ടാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബജി മാവിലേക്ക് നമ്മൾ വാഴയ്ക്ക ബജി ഇടില്ലേ, അതേമാതിരി നമ്മൾ ഈ ഉണ്ട മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. നമ്മൾ ഈ വണ്ടിയിലൊക്കെ ചായ വണ്ടിയല്ല, നമ്മൾ കടി വണ്ടിയൊക്കെ ഉണ്ടാവില്ലേ, അതിൽ കിട്ടുന്ന ടേസ്റ്റ് അങ്ങനെ ഉണ്ടാകും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു കട്ടൻ ചായയോ നല്ല കാപ്പിയോ കട്ടൻ കാപ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായി കേട്ടോ. 4 മണിക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഈ സമയങ്ങളിൽ ഇങ്ങനത്തെ മുളകൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വാങ്ങിയിട്ട് ബജി ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഞാൻ മീനുകുട്ടിയും പിന്നെ അച്ഛനൊക്കെ കഴിക്കാനിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ആ മാവിലേക്ക് ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാവേ ഉള്ളൂ, ഇതിന് ഇനി ബാക്കി വെച്ചാൽ കളയണ്ടെന്ന് പറഞ്ഞിട്ട് 2 ബ്രെഡ് ഇതങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡിന് ബജി ഉണ്ടാക്കാം. അപ്പോൾ ബ്രെഡിന് നീളത്തിൽ കട്ട് ചെയ്ത ബ്രെഡ് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ബജി സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പം മീനുകുട്ടിക്ക് കൊടുക്കാതെ ഞാനത് ഒരു 3 ഒരു 2 എടുത്താൽ നമുക്ക് പിന്നെ ഒരു 6 ഒക്കെ കിട്ടും കേട്ടോ. മീനുകുട്ടി റെഡിയായി കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.